ഷൂവേർ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്ത 24 റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ കേസെടുത്തതിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുന്നു വ്യാപകമായി കേരളത്തിൽ. എറണാകുളം കുറുപ്പംപടി പോലീസിൻ്റെ നടപടി ജനാധിപത്യ വിരുദ്ധമെന്നാണ് ആക്ഷേപം ഉയരുന്നത്. കേസ് നിയമവഴി നേരിടുമെന്ന് 24ൻ്റെ തീരുമാനമുണ്ടായിട്ടുണ്ട്. മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കുന്നത് തങ്ങളുടെ സമീപനമല്ലെന്നും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പോലീസ് അത് പുനഃപരിശോധിക്കുമെന്നും LDF കൺവീനർ EP ജയരാജൻ 24നോട് പറയുന്നു. ഈ എറണാകുളത്ത് വെച്ച് നവകേരള ബസ്സിന് നേരെ ഷൂ വെയർ ഉണ്ടായി. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്ത 24ൻ്റെ റിപ്പോർട്ടർ വിനീത വിജിക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു മാതൃകാപരമായിട്ടുള്ളൊരു സമീപനമാണോ അത്? എതിർന്നവർക്ക്, അതായത് ചെരിപ്പെറിഞ്ഞവർക്കെതിരെ കേസെടുക്കണ്ടേ? ഉറപ്പായും എടുക്കണം. പക്ഷേ അത് റിപ്പോർട്ട് ചെയ്ത മാധ്യമപ്രവർത്തകർ അത് യഥാർത്ഥത്തിൽ റിപ്പോർട്ട് ചെയ്ത് എന്താണെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാ. തീർച്ചയായും അത് പോലീസ് പരിശോധിക്കും. അങ്ങനെ മാധ്യമപ്രവർത്തകർക്ക് നേരെ കേസെടുക്കുന്നൊരു നിലപാട് പൊതുവായിട്ട് ഞങ്ങളുടെ ഭാഗത്തില്ല. ഞങ്ങൾ ഒരു മാധ്യമപ്രവർത്തകരെയും ബുദ്ധിമുട്ടിക്കാനോ അവരുടെ സ്വാതന്ത്ര്യം തടയാനോ ഒന്നും ഞങ്ങളില്ല. അവർക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും അവർക്ക് പ്രവർത്തന അവകാശങ്ങളും കാത്തു സൂക്ഷിച്ചുകൊണ്ടാണ് ഈ ഗവൺമെൻറ് പോകുന്നത്. ഇത്തരം കാര്യങ്ങളിൽ എന്താണ് അതിനുണ്ടായിട്ടുള്ളത് എന്ന കാര്യം പ്രത്യേകമായി പരിശോധിച്ചുകൊണ്ട് മാത്രമേ പറയാൻ സാധിക്കൂ. ഈ വിഷയം എന്താണെന്നുള്ളത് എനിക്കറിഞ്ഞുകൂടാത്തതാണ് ഞങ്ങൾ കേസെടുത്ത കാര്യം. എൻ്റെ EP അങ്ങ് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആളാണ്. അങ്ങ് നമ്മുടെ സുഹൃത്തും ഒക്കെയാണ്, ആദരവൊക്കെ അർഹിക്കുന്ന ആളാണ്. എന്നാലും പറയട്ടെ, അങ്ങേപ്പോലുള്ള രാഷ്ട്രീയ പ്രവർത്തകർ ഇനിയും ഇങ്ങനെ കാര്യങ്ങൾ പറയുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാൻ കൂടി നിങ്ങൾ കുറച്ച് സമയം ചിലവാക്കണം കേട്ടോ. അതായത് നിങ്ങൾക്ക് നേരം വെളുക്കുന്നില്ല എന്നൊരു തോന്നൽ ഉണ്ടാകരുത് പൊതുജനങ്ങൾക്ക്. ഞാൻ വളരെ എളിമയോടെ അദ്ദേഹത്തോട് പറയാം, അങ്ങേപോലെ കുറേ നേതാക്കന്മാരുണ്ടല്ലോ മാർക്സിസ്റ്റ് പാർട്ടിയിൽ, അവർ കുറച്ചുകൂടെ പക്വതയാർന്ന നേതാക്കന്മാരാണല്ലോ, അവർ അന്വേഷിക്കണം ഈ പോലീസ് സേന എന്താ നടക്കുന്നത്. കാര്യം പോലീസ് ആഭ്യന്തരമന്ത്രിയുടെ നിയന്ത്രണത്തിലല്ലേ എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ശ്യാംകുമാർ ഇപ്പോൾ തത്സമയം ചേരുന്നു. ശ്യാം, ഗുഡ് മോർണിംഗ്, പറയൂ വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ്. വിനീതയ്ക്കെതിരായിട്ട് പോലീസ് എടുത്തിരിക്കുന്ന കേസ് കോടതിയിൽ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളതിൽ പോലീസിനും വലിയ ആശങ്കയുണ്ട്. കാരണം 120B-യും 308-ഉം ഒക്കെ എടുക്കാനും മാത്രം എന്ത് കുറ്റമാണ് വിനീതയ്ക്ക് മേൽ ആരോപിച്ചിരിക്കുന്നതെന്ന് പ്രോസിക്യൂഷന് മേൽ കോടതി ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയപ്പോൾ 308 എന്തിനെടുത്തുവെന്ന് കോടതി ചോദിച്ചപ്പോൾ നിന്ന് വിയർത്ത പോലെ പ്രോസിക്യൂഷൻ നിന്ന് വിയർക്കാനുള്ള ഒരു സാധ്യത കൂടി ഉണ്ട് SKN. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ ആശയക്കുഴപ്പം പോലീസ് സേനയിലുമുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്യുകയും അതിലെ വിവരങ്ങൾ കോടതിയിലേക്ക് കൈമാറുകയും ചെയ്തതെന്നാണ് ലോക്കൽ പോലീസിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. ഈ കേസിൽ പ്രതിയായി ചേർക്കപ്പെട്ടിട്ടുള്ള വിനീതയുടെ മൊഴി പോലും രേഖപ്പെടുത്തുന്നതിന് മുൻപ് ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു റിപ്പോർട്ട് കോടതിയിലേക്ക് കൊടുത്തതെന്ന് പോലും അവർക്ക് വിശദീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. ഏതായാലും 120B ഏതായാലും പോലീസിന് കോടതിയിൽ എത്തുമ്പോൾ വലിയ തലവേദന സൃഷ്ടിക്കുന്ന ഒരു വകുപ്പാണ്. കോടതിയിൽ ഈ കേസ് നിലനിൽക്കില്ല എന്ന് അവർക്ക് തന്നെ അറിയാവുന്നതുമായ ഒരു കേസാണ്. പക്ഷേ ഉന്നത തലങ്ങളിൽ നിന്നുള്ള നിർദ്ദേശമുണ്ടായി എന്നുള്ളതാണ് ലോക്കൽ പോലീസ് അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധം, വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി പോലീസിലും സൃഷ്ടിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയരുകയും ചെയ്യുന്നുണ്ട്. ഒരു സംഭവം നടക്കുമ്പോൾ ആ സ്ഥലത്തെത്തുന്ന ഒരു റിപ്പോർട്ടർ ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ അയാളെ കുറ്റകൃത്യം ചെയ്തവരുടെ ഒപ്പം കേസിൽ പ്രതിയാക്കാമെന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട്. മുൻകാലങ്ങളിൽ ഇതുപോലെ ഇപ്പോൾ ഭരണപക്ഷത്തുള്ളവർ ഇത്തരം കാര്യങ്ങൾ ചെയ്തപ്പോൾ ഒന്നും അവർ കേസിൽ പെട്ടിട്ടുമില്ലായിരുന്നു. ഏതായാലും ഈ രീതിയിലുള്ള വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിലടക്കം പലരും പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ഒരു പ്രതികരണത്തിന് പോലും ആരും ഭരണപക്ഷത്ത് നിന്ന് തയ്യാറാകുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഏതായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെ ഉണ്ടാകുന്നു. ലോക്കൽ പോലീസ് കോടതിയിൽ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ലാത്ത കേസാണ് SKN ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ ശ്യാംകുമാർ, താങ്ക് യു. ഒരുപാട് പ്രേക്ഷകർ നമുക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല അവരൊക്കെ പറയുന്നത് സധൈര്യം 24 മുന്നോട്ട് പോകണം, സത്യസന്ധമായ പത്രപ്രവർത്തനം നടത്താനും മാധ്യമ പ്രവർത്തനം നടത്താനും നിങ്ങൾ കരുത്തരായി മുന്നോട്ട് പോകണം. അങ്ങനെ തന്നെ നമ്മൾ മുന്നോട്ട് പോകും. ഇത് കണ്ടൊന്നും നമ്മൾ ഭയക്കുന്നവരല്ല. മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഞാൻ യഥാർത്ഥത്തിൽ ഈ കുറുപ്പംപടി പോലീസുകാരെ കുറിച്ചൊക്കെ ഇങ്ങനെ ചാനൽ വഴി പറഞ്ഞു, പല ആളുകളും ടെലിഫോൺ ചെയ്തതിനോട് പറഞ്ഞു, ഈ മേലുദ്യോഗസ്ഥന്മാരുടെ പിൻബലമില്ലാതെ ഇത്തരമൊരു കേസ് ലോക്കൽ പോലീസ് എടുക്കുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ സംശയിക്കാൻ ന്യായമുണ്ട്. മാത്രമല്ല കൈ കഴുകാൻ വേണ്ടിയായിരിക്കും ചില പോലീസുകാരൊക്കെ നമ്മുടെ ആളുകളുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നുണ്ട് ഇന്ന് തന്നെ കേസെടുത്ത് കോടതിയിൽ കൊടുക്കണമെന്ന് ചില മേലുദ്യോഗസ്ഥന്മാർ നിർബന്ധം പിടിച്ചതുകൊണ്ടാണ് ഈ വിനീത വിജയൻ നേരിട്ട് കണ്ട ഒരു മൊഴി പോലും എടുക്കാതെ ഞങ്ങൾ ഈ കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തത്. എന്തൊരു നീതിയാണെന്ന് ആലോചിക്കണം. അതായത് നമ്മുടെ പേരിൽ ഒരാളൊരു കുറ്റം ആരോപിക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് കേൾക്കാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിൻ്റെ പേനത്തുമ്പിൽ വരുന്ന ഭാവനയൊക്കെ പെടുത്തി അതിൽ IPC ഏതെല്ലാം വകുപ്പുണ്ടോ അതെല്ലാം പെടുത്തി വധശ്രമം ഉൾപ്പെടെ ഗൂഢാലോചന ഉൾപ്പെടെ 308, 120B എന്നൊക്കെ പറയുന്ന നല്ല വാത്സല്യമുള്ള വകുപ്പുകൾ ചേർത്ത് കോടതിയിൽ കൊടുക്കുക. ഇളിപ്പിരാകി പോകും പോലീസുകാരെ, നിങ്ങൾ അപഹാസ്യരാകും. ഇതൊക്കെ സാമാന്യ നീതിയുടെ നാച്ചുറൽ ജസ്റ്റിസിൻ്റെ വയലേഷനാണ്.
മുകളിലാണ്. നമ്മുടെ നാട്ടിൽ ഭരണഘടന എന്നൊരു സാധനമുണ്ട്, അത് മുഖ്യമന്ത്രിക്കൊക്കെ മുകളിലാണെന്ന് താങ്കൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത് രണ്ടാമത്തെ കാര്യം എനിക്ക് ഏറ്റവും സങ്കടകരമായി തോന്നിയ മറ്റൊരു കാര്യം, ഈ കേസ് ഇങ്ങനെ ഉണ്ടായി കഴിയുമ്പോൾ പല പോലീസ് ഓഫീസേഴ്സും ഞാനൊന്നും അറിഞ്ഞില്ല എന്ന രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പറയണം, നമ്മളോട് പറയണം എന്തിന് കേസ് എടുത്തു എന്ന്.